ഹലോ ഗേസ്, നമ്മളങ്ങനെ ഏറ്റവും ബ്ലോക്ക് ബസ്റ്റർ മൂവി അല്ലെങ്കിൽ രജനീകാന്തിൻ്റെ ഈ വയസ്സിൽ തകർത്തുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് ഫാൻസ് ട്രെയിലറിൻ്റെ ഇടയിൽ ഭയങ്കര കമൻ്റൊക്കെ ഇട്ട പടം കൂലി. നമ്മുടെ മലയാളത്തിൽ നമ്മുടെ സൗബിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സൗബിനെ കുറിച്ചൊന്നും പറയാനില്ല, വേറെ ലെവൽ ആക്ടിങ് ആണ്. ഞാൻ ആദ്യം തന്നെ പറയാനില്ല, കാരണം പറഞ്ഞാൽ രജനീകാന്തിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇതിൽ ഞാൻ വലിയൊരു പെർഫോമൻസ് ഒന്നും കണ്ടില്ല. ഫസ്റ്റിൻ്റെ പടത്തിൻ്റെ പോക്ക് തന്നെ ഒരു ഇഴഞ്ഞ രീതിയിലാണ്, ഭയങ്കര സ്ലോ പിച്ചിലാണ് പോകുന്നത്. പൊതുവേ തമിഴ്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മലയാള പടം ഇറങ്ങുമ്പോൾ മലയാള പടം എല്ലാം ഭയങ്കര സ്ലോ ബേസ്ഡാണ്. ഈ പടം പോയി കാണാൻ പറ, ഇരുന്നിരുന്ന് നമ്മൾ പ്രാന്താവും. പിന്നെ ഒരു കണക്ഷനും ഇല്ലാത്തൊരു മൂവിയാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഒരു ഓക്കെ ഒരു ആവറേജ് മൂവി. മാസ്റ്ററും അതേപോലെ തന്നെ കൈദിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു മൂവി ആയിട്ട് തോന്നുന്നില്ല. ലിയോ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ലിയോയിൽ ഇൻട്രോൾ ബ്ലോക്ക് ഒരു ഓക്കെ ആയിരുന്നു. ദ സീറ്റ്സ് ബ്ലഡി സീറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇൻട്രോൾ ബ്ലോക്കൊക്കെ പക്ക പഞ്ചിങ് ആയിരുന്നു. അതുപോലെ ഇതിൽ കാണാൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്കൊരു പടം ഒരു ആവറേജ് ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് പോകാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ വളരെ ഷോർട്ടായിട്ട് നോക്കുന്നത്, അതായത് അത്ര വലിയൊരൊന്നും എനിക്ക് പറയാനില്ല ഈ മൂവിയെക്കുറിച്ച്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി അത്രേ ഉള്ളൂ. സൗബിൻ സൂപ്പറാക്കിയിട്ടുണ്ട്.